നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിൽ നമ്മൾ പഠിച്ചുപോയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമ്മൾ എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പഠിച്ചു? നമ്മളൊരു എസ്റ്റിമേഷൻ നടത്തുന്നതിന് മുൻപ്, എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സാമ്പിൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുൻപ്, ഞാനൊരു എക്സാമ്പിളോട് പറയാം. സപ്പോസ് ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻ നമുക്ക് പഠിക്കണം. ഒരു നമ്മുടെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് സെന്റ് പോൾസ് കോളേജിലെ സ്റ്റുഡൻസ് ആണ് വിചാരിക്കുക. അവരുടെ മന്ത്ലി ഇൻകവും അവരുടെ മന്ത്ലി കൺസംഷനും എങ്ങനെ റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് പഠിക്കണം. നമുക്ക് രണ്ട് വേരിയബിളേ ഉള്ളൂ. നമ്മള് രണ്ടിൽ കൂടുതൽ വേരിയബിൾ നമുക്കാവാം. ഞാനിവിടെ ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് yi cap is equal to beta 1 cap plus beta 2 cap xi. x എന്താണ്? x ഇവിടെ ഇൻകം ആണ്. y എന്താണ്? അപ്പോൾ y is consumption. ഓക്കെ, നമ്മളൊരു ഡാറ്റ സെന്റ് പോൾസ് കോളേജ് മുഴുവനായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1600 കുട്ടികളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം. ബിക്കോസ് ദാറ്റ് ഈസ് ദ പോപ്പുലേഷൻ സൈസ്. It takes too much time, it takes too much energy, too much money. If we can collect a sample data which amply represent the population, and if the results are more or less same, then why bother going for population study? നമുക്ക് സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് ഏറ്റവും റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സാമ്പിൾ കളക്ട് ചെയ്ത് നമുക്ക് പോപ്പുലേഷൻ്റെ ഏകദേശം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് പോപ്പുലേഷൻ സ്റ്റഡിനേക്കാളും സാമ്പിൾ സ്റ്റഡിയാണ് നല്ലത്. അപ്പൊ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എസ്റ്റിമേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് എസ്റ്റിമേറ്റ്സുകൾ. ഇത് നമുക്ക് ഇതിന്റെ എസ്റ്റിമേറ്റ് കിട്ടും, ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും, ഇതിന്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും, UI ക്യാപ്പുകൾ കിട്ടും. നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, നമ്മുടെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ ഹൈപ്പോത്തിസിസ് നമുക്ക് തീരുമാനിക്കാം. ആ ഹൈപ്പോത്തിസിസ് ഇൻകം, when income of a student increases, his consumption increases. നമുക്കൊരു ഹൈപ്പോത്തിസിസ് ആയിട്ട് നമുക്കത് പറയാം. ഇൻ സെന്റ് പോൾസ് കോളേജ്, when the income of a student increases, the consumption also increases. ഇത് തിയറിയാണ്, എക്കണോമിക് തിയറിയാണ്. സോ വാട്ട് വി എക്സ്പെക്ട് ഈസ്, നമുക്ക് രണ്ട് ഹൈപ്പോത്തിസിസ് വേണം. What we expect is beta 2 is greater than 0. That is, there is a positive relationship between this will be a positive value. It is greater than 0. So this will be plus and this is greater than 0. That means if it is greater than 0, that is a positive value. And what the researcher does not expect is beta 2 is less than or equal to 0. ഇത് 0 അല്ലാന്നും ഇത് നെഗറ്റീവ് അല്ലാന്നും എക്സ്പെക്ട് ചെയ്യും. ഡസ് നോട്ട് എക്സ്പെക്ട്. ഇപ്പൊ ഇതാണ് നൾ ഹൈപ്പോത്തിസിസ്, ഇതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളിവിടെ പോപ്പുലേഷനെ വെച്ചിട്ടാണ് നമ്മൾ ഹൈപ്പോത്തിസൈസ് ചെയ്യുന്നത്. അപ്പൊ ഹൈപ്പോത്തിസിസ് നമുക്കൊരു നള്ളുണ്ട്, ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഇനി ഇത് ടു സൈഡഡ് അല്ല, ഇത് വൺ സൈഡഡ് ഹൈപ്പോത്തിസിസ് ആണ്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് സീറോയുടെ ഒരു വശത്ത് മാത്രമേ വരുന്നുള്ളൂ, റൈറ്റ് സൈഡിൽ മാത്രമേ നമ്മൾ ഈ ഇതിന്റെ വാല്യൂവിനെ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ the expected value of beta 2 is on the right hand side of 0. So it is a right tailed test. It is right tailed test. ഇതൊക്കെ പഠിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ലെഫ്റ്റ് ടൈൽ ടെസ്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും? ലെഫ്റ്റ് ടൈൽ ടെസ്റ്റ് എന്ന് പറയാം. വാട്ട് വിൽ ബി ദ നൾ ഹൈപ്പോത്തിസിസ്, വാട്ട് വിൽ ബി ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. Anyone? What is the null hypothesis? What is alternative hypothesis? Left tail test ആണെങ്കിൽ beta 2 greater than or equal to 0. That is null hypothesis. You are right. Alternative എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് ബീറ്റ 2 എക്സ്പെക്ട് ചെയ്യുന്നത്? സീറോയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് നമ്മൾ നെഗറ്റീവ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, ഈ വാല്യൂ നെഗറ്റീവ് ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ then this will be a left tail test. Left tail test. ഇനി ടു സൈഡഡ് ടെസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ ടു ടെയിൽ ടെസ്റ്റ് എങ്ങനെയാണ് ഇത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ടു ടെയിൽ ടെസ്റ്റ് നമ്മളിത് പഠിപ്പിച്ചതാണ്, ഇതല്ല ഞാൻ ഇത് പറഞ്ഞതല്ലേ, ടു ടെയിൽ ടെസ്റ്റും വൺ ടെയിൽ ടെസ്റ്റ് ഒക്കെ. null hypothesis എന്തായിരിക്കും? beta equal to 0. Yes, beta 2 is equal to 0. Alternative? Beta 2 not equal to 0. Yes, beta 2 not equal to 0. That means it can be positive or negative, but it is not 0. ഇതിനെയാണ് നമ്മൾ ടു ടെയിൽ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഉണ്ട്. ഇനി ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ടൈപ്പ് എററും കൂടി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ ഞാൻ നേരെ ടി ടെസ്റ്റിലോട്ട് എടുക്കാം. ടൈപ്പ് 1 എറർ എന്തായിരുന്നു നോക്കണ്ടോ? ടൈപ്പ് 1 എറർ വാട്ട് ഈസ് ടൈപ്പ് 1 എറർ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? Reject true null hypothesis. You reject true null hypothesis. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരേ ഒരു കാര്യമാണ് ഇത്. ഒന്നില്ലെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യും, എന്നിട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ സ്വീകരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഇതിനെ നമ്മൾ റിജക്ട് ചെയ്യില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഓൾട്ടർനേറ്റീവിനെ റിജക്ട് ചെയ്യുന്നതാണ് അർത്ഥം. ഇത് നമ്മൾ റിജക്ട് ചെയ്യുന്നില്ല എന്ന് പറയും. നമ്മൾ പറയുമ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യില്ല. ഈ രണ്ട് ഔട്ട്പുട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ നമ്മൾ ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്ട് ചെയ്താൽ, നമ്മൾ റിജക്ട് ചെയ്തു പക്ഷെ അത് ട്രൂ ആയിരുന്നുവെങ്കിൽ അതിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് വിളിക്കുന്നത്. ഇനി ടൈപ്പ് 2 Accept a false null hypothesis. We accept a false null hypothesis. ഈ null hypothesis false ആയിരുന്നു, പക്ഷെ നമ്മൾ അതിനെ accept ചെയ്തുവെങ്കിൽ then it is type 2 error. Okay. ഇനി നമ്മൾ അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാനിത് ജസ്റ്റ് റിവൈസ് ചെയ്തതാണ്. അടുത്ത ക്ലാസ്സിൽ അത് പറയില്ല. നമ്മൾ എന്താണ് ഹൈപ്പോത്തിസിസ്, നൾ ഹൈപ്പോത്തിസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്, എന്താണ് റൈറ്റ് ടെയിൽ, എന്താണ് ലെഫ്റ്റ് ടെയിൽ, എന്താണ് വൺ സൈഡഡ് ടെസ്റ്റ്, എന്താണ് ടു ടെയിൽ ടെസ്റ്റ്, വാട്ട് ഈസ് ടൈപ്പ് 1 എറർ, വാട്ട് ഈസ് ടൈപ്പ് 2 എറർ. ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളാണ്.
പിന്നെ ഞാൻ ഇതിന് ടൈപ്പ് 1 ടൈപ്പ് 2 അക്സെപ്റ്റൻസ് റിജക്ഷൻ റീജിയൻ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിച്ചിരുന്നു. ദാറ്റ് വി വിൽ ഡീൽ ഇൻ ദ മെയിൻ ടൈം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓക്കെ.